ഹലോ ഗായ്സ്, ഞാനൊന്ന് ദുബായ് പോവാണ്. ദുബായ് പോണ ലുക്ക് കാണുകയാണെങ്കിൽ ഞാൻ ഒരു ബാഗി ടീഷർട്ടാണ് എടുത്തത്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്പ് ഇട്ടിട്ടുണ്ട്, എനിക്കൊരു പ്രൈവസി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അടിയിലാണെങ്കിൽ ഒരു ഷോർട്സാണ് ഇട്ടിരിക്കുന്നത്, വൈറ്റ് ഷോർട്സ്. അത് ഇട്ടപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു ഗൈസ്. ഒരിക്കലും ട്രാവലിൽ ഞാൻ ഷോർട്സ് പ്രിഫർ ചെയ്യില്ല. പിന്നെ എയർപോർട്ടിലാണെങ്കിലും നല്ല തണുപ്പാണ്, അതുകൊണ്ട് ഷോർട്സ് ഇട്ടതിൽ പണി കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലായി. ഫ്ലൈറ്റ് ഇങ്ങനെ എടുക്കാൻ പോവുകയാണ്. ഞാനിങ്ങനെ എല്ലാ വീഡിയോസും ഇങ്ങനെ ചുമ്മാ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലൈറ്റ് ഇങ്ങനെ മൂവ് ആകുമ്പോൾ ഇങ്ങനെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. പിന്നെ ഒരു സമയത്തുള്ളൊരു ഇത് എന്താ പറയുക, ഞാനും ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റർടൈൻമെൻറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര സൈലൻ്റായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ എത്തിയാൽ മതി എന്നായിരുന്നു അല്ലേ, അങ്ങനെയാണ് എനിക്ക് തോന്നാറ്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഏകാന്തത. കാര്യം നമ്മൾ കരയിൽ നിന്ന് ആകാശത്തോട്ടേക്ക് പോകല്ലേ, നമ്മളെല്ലാവരും കരയിലുണ്ട്, നമ്മൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ മാത്രമേ എവിടെയും ഒറ്റപ്പെട്ട അവസ്ഥയായിരിക്കില്ല. അതുകൊണ്ടുള്ളൊരു പ്രശ്നം. കൊച്ചിയിൽ ലൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാണ്. പള്ളിയെത്തി, കലൂരെത്തി. അങ്ങനെ ഞങ്ങൾ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകണം. അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്തു ഗൈസ്. ലാൻഡ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. എനിക്കങ്ങനെ കേട്ടോ, ഭയങ്കര സന്തോഷം. പുലർച്ചയ്ക്കാണ് അവിടെ എത്തിയത്. പിന്നെ മോർണിംഗ് ആകുമ്പോൾ ലൈറ്റ് വരുമ്പോഴേക്കും അവിടെ എത്തിയായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ. നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഹോട്ടലിലെ വ്യൂ ആണെങ്കിലും. പക്ഷെ ഒറ്റൊരു കുഴപ്പമുള്ള, ചൂടായതുകൊണ്ട് അധിക സമയം പുറത്ത്. രാവിലത്തെ സമയത്തിലും ഭയങ്കര ചൂടാണ്. പിന്നെ കുളിച്ച് ഫ്രഷായി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു ഏരിയ അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് നല്ല വ്യൂ ഉണ്ട്. പിന്നെ ആംബിയൻസ് ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ ബുഫേ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. കുറേ ഐറ്റംസ് ഉണ്ട്. കുറച്ച് ഹെൽത്തിയാണ് കഴിക്കാൻ പോണേ. നമ്മുടെ മമ്പയറൊക്കെ ഉണ്ട്, സ്മാഷ്ഡ് എഗ് ഉണ്ട്, മഷ്റൂം ഉണ്ട്. ഞാൻ ഇത് കഴിച്ചിട്ട് വെജിറ്റബിൾസ് കഴിക്കാൻ വിചാരിച്ചു. എനിക്കെല്ലാം കഴിക്കണം തോന്നുന്നുണ്ട്. ടർക്കി, സ്മോക്ക്ഡ് ടർക്കി, എന്തൊക്കെ ചീസൊക്കെ ഉണ്ട് അവിടെ. പിന്നെ സോസേജ് ടൈപ്പ്, അങ്ങനത്തെ ഒരു ടൈപ്പൊക്കെയാണ് കാണുന്നത്. അതിനോട് വലിയ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് കഴിച്ചിട്ടില്ല. പിന്നെ ഒലീവ്സ് ഉണ്ടായിരുന്നു. ഒലീവ്സ് എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു, പിന്നെ അത് നടന്നിട്ടില്ല കേട്ടോ. അത് എനിക്ക് വലിയ ടേസ്റ്റ് വൈസ് വലിയ ഇഷ്ടമല്ല, പക്ഷെ ഹെൽത്തി ഭയങ്കരമാണെന്ന് പറയുന്നുണ്ട്. ഇത് മൊത്തം എനിക്ക് എടുത്ത് തീർക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ യോഗട്ട് കാണുന്നുണ്ട് ഇവിടെ. ബ്ലൂബെറി യോഗട്ട് ഉണ്ട്. സോ ഞാൻ ബ്ലൂബെറി യോഗട്ട് എടുക്കാൻ പോവാം. ദെൻ അടുത്ത സെക്ഷനിൽ വേറെ എടുക്കാം. നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നത്. പിന്നെ ഇവിടെ ലീവ്സ് ഉണ്ട്, കുറച്ച് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. സ്മാഷ്ഡ് പൊട്ടറ്റോ, അങ്ങനെ ഒരു ഫുൾ വെജിറ്റബിൾ ഹെൽത്തി ടൈപ്പായിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഹെൽത്തി കുറക്കാമെന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര ഇഷ്ടമായി. ബ്ലൂബെറിയുടെ യോഗട്ടാണ്. അടുത്ത സെക്ഷനിൽ കോണും വെജിറ്റബിൾസും ഉണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഹണിയിൽ മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. എൻ്റെ ഫേവറേറ്റ് ബേബി കോൺ ഉണ്ടായിരുന്നു, പിന്നെ ക്രോസ്റ്റോൺ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് കുറച്ചുണ്ടായിരുന്നു, പിന്നെ കോണും ഒക്കെ എടുത്തു. ഇത് കുറച്ച് ഹെൽത്തി ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചത് ഡെസേർട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു.
ലാസ്റ്റ് ഇതൊക്കെ കഴിച്ചല്ലേ, എന്നാലും ഒരു ഡെസേർട്ടും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡെസേർട്ട് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇതൊന്ന് കിടന്നുറങ്ങിയായിരുന്നു. ഉറങ്ങിയിട്ട് എഴുന്നേറ്റത് ഒന്നുമില്ല, ഒരു കോളിംഗ് ബെൽ വന്നായിരുന്നു. ടിങ് ടിങ്. കാണിച്ചു തരാട്ടോ എൻ്റെ സാധനം ഒന്ന്. എനിക്ക് ചോക്ലേറ്റ് തന്നതാ അവർ. എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ചോക്ലേറ്റ് തന്നേക്കുന്നത്. മറ്റേ സത്യമായിട്ട് എനിക്കിഷ്ടമല്ല കേട്ടോ, ഇഷ്ടമല്ലെന്നല്ല, എനിക്കൊരു ടെൻഷനാണ്. നമ്മൾ തന്നെ തിന്നണ്ടേ. ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് 5 ഹോട്ടലിൽ തന്നതാണ് എനിക്ക് ഈ ഒരു സർപ്രൈസ്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, കാര്യം ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റെഡിയായി. പിന്നെ രംഗചേട്ടനെ കേക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ തോന്നിയില്ല, അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഇതിൽ എന്നെ കട്ട് ചെയ്യാൻ തോന്നില്ല. ബട്ട് എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക, ചെറിയ രീതിയിൽ ടേസ്റ്റ് ചെയ്യാം. ഈ ബ്ലാക്ക് കാണുന്ന ഇത് ചോക്ലേറ്റാണ്. എൻ്റെ ഫോട്ടോ വെച്ചുള്ള കേക്കൊന്നും ഞാൻ ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല, കാര്യം എനിക്കെന്തോ അതിനോട് വലിയ താല്പര്യമില്ലാതുകൊണ്ടായിരിക്കണം മേ ബി. ഇത് അയച്ചു കൊടുത്ത പോകാനും, നീ ഇത് കഴിക്കുമെന്നും തോന്നില്ലല്ലോ, നീ ഇത് അവിടെ വെച്ച് എന്നെ നോക്കിയിരിക്കുമായിരിക്കുമല്ലോ എന്ന്. സംഭവം സത്യമാണ്, ഞാനിത് നോക്കിയിരിക്കുക